ബീഹാറിൽ ഇതാ പടയോട്ടം. നിതീഷ് കുമാർ ഒരിക്കൽ കൂടി മുഖ്യമന്ത്രിയാവുന്നു. 2 പതിറ്റാണ്ട് ബീഹാർ ഭരിച്ച സുശാസൻ ബാബുവായി അറിയപ്പെട്ട നിതീഷ് കുമാർ കൂടിയ ഭൂരിപക്ഷത്തിന് വീണ്ടും ബീഹാർ ഭരിക്കാൻ ഒരുങ്ങുകയാണ്. വമ്പൻ വിജയവുമായി 199 243 അംഗ സഭയിൽ 199 സീറ്റുകളുമായി ഇതാ NDA മഹാഗഡ്ബന്ധൻ 38ലേക്ക് വീണിരിക്കുന്നു. അതിൽ തന്നെ കോൺഗ്രസ് പാർട്ടി 4 സീറ്റിലേക്ക് വീണിരിക്കുന്നു. RJD കേവലം 28 സീറ്റിൽ ഒതുങ്ങിയിരിക്കുന്നു. വളരെ സർപ്രൈസിംഗ് ആയ റിസൾട്ട്. വിജയം NDAക്ക് എന്ന് എല്ലാവരും കരുതിയിരുന്നു. പക്ഷേ ഇങ്ങനെ മഹാഗഡ്ബന്ധൻ തോറ്റുപോകുമെന്ന് ആരും കരുതിയിട്ടുണ്ടാകില്ല. 200 തൊടുമോ എന്നതാണ് ഇപ്പോഴത്തെ വലിയ രാഷ്ട്രീയ കൗതുകം. 200 എന്ന മാജിക്കൽ നമ്പറിലേക്ക് എത്തുമോ? 243-ൽ 200 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ 199 ലീഡ് ചെയ്യുകയാണ് NDA സഖ്യം. 200ലേക്ക് എത്തുമോ എന്ന ചെറിയൊരു കൗതുകം മാത്രമേ ഇനി ബാക്കിയായിട്ടുള്ളൂ. മാത്രമല്ല 4 കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു. കോൺഗ്രസിന്റെ ലീഡ് നില ഇനിയും കുറയുമോ? നേരത്തെ 5 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ മജ്ലിസ് പാർട്ടി 5 ലീഡ് നില വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ AIMIM താഴേക്ക് കോൺഗ്രസിന്റെ പെർഫോമൻസ് പോകുമോ എന്നടക്കമുള്ള കാര്യങ്ങളിലൊക്കെയാണ് ഇനിയൊരു വ്യക്തത ഉണ്ടാകേണ്ടത്. 81 JDU ലീഡ് ചെയ്യുമ്പോൾ 90 ഇപ്പോൾ BJPയുടെ ലീഡ്. 28 RJD ലീഡ് ചെയ്യുന്നു. ലോക് ജനശക്തി പാർട്ടി 28 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു എന്നാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഇനി കോൺഗ്രസിന്റെ സീറ്റുകൾ ഒന്ന് പരിശോധിച്ചാൽ അവിടുത്തെ നില കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. വാൽമീകി നഗറിൽ 751 വോട്ടിന്റെ മാത്രമേ ലീഡ് ചെയ്യുന്ന 4 സീറ്റുകളിൽ വാൽമീകി നഗറിൽ 751 വോട്ടിന്റെ ലീഡ് മാത്രമാണുള്ളത്. പക്ഷേ കിഷൻഗഞ്ചിൽ അല്പം സ്ഥിതി മെച്ചപ്പെട്ടിട്ടുണ്ട്. 10,000 ക്രോസ് ചെയ്യുകയാണ്. 10,497 വോട്ടിന്റെ ലീഡാണ് ഇപ്പോൾ കിഷൻഗഞ്ചിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ഉള്ളത്. മനിഹാരിയിൽ ഇപ്പോൾ 8,432 ലീഡ് നില മെച്ചപ്പെട്ടിട്ടുണ്ട്. ബെഗുസരായിലും ലീഡ് നില അല്പം കൂടി മെച്ചപ്പെട്ടിട്ടുണ്ട്. അവിടെ 4,939 വോട്ടിന്റെ ലീഡാണ്. പക്ഷേ 28 റൗണ്ടുള്ള മണ്ഡലമാണ്. അവിടെ 8 റൗണ്ട് ഇതുവരെ പൂർത്തീകരിച്ചിട്ടുള്ളൂ. 4,939 ആണ് ബെഗുസരായിലെ ഇപ്പോഴത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ ലീഡ് നില. അപ്പോൾ 3 വലിയ പരിക്കില്ലാതെ രക്ഷപ്പെടും, വിജയിച്ചേക്കും എന്ന സൂചന വരുമ്പോൾ ഒരു സ്ഥലത്ത് വാൽമീകി നഗറിൽ 751 വോട്ടിന്റെ ലീഡ് മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് ഉള്ളത് എന്നാണ് ഇപ്പോൾ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ അന്തിമഘട്ടത്തിലേക്ക് കടക്കുന്ന ഈ മണിക്കൂറിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി പങ്കുവയ്ക്കുന്നത്. സീമാഞ്ചൽ മേഖലയിൽ തന്നെയാണ് ഇപ്പോൾ AIMIM 5 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നത്. നേരത്തെ അത് ആദ്യം 2 സീറ്റുകളായിരുന്നു, പിന്നീട് 3, 4, ഇപ്പോൾ 5 സീറ്റുകളിൽ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ 5 എന്ന നമ്പർ AIMIM ആവർത്തിക്കുമോ എന്നതും വളരെ പ്രധാനമാകുന്നു ആ മേഖലയിൽ. യെസ്, ഏക കനൽത്തരി അജയ് കുമാർ വിഭൂതിപൂർ മണ്ഡലത്തിൽ ഇപ്പോഴും ലീഡ് ചെയ്യുകയാണ്. 11 റൗണ്ട് കഴിഞ്ഞിരിക്കുന്നു. 25-ൽ 11 റൗണ്ട് പൂർത്തിയാകുമ്പോൾ വിഭൂതിപൂരിൽ നിന്ന് CPIMന്റെ അജയ് കുമാർ 1621 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ്. CPIML 4 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് വലിയ തിരിച്ചടി ഇടതു പാർട്ടികൾക്ക് ഉണ്ടായിരിക്കുന്നു. തിരിച്ചടി കിട്ടിയവരിൽ ആരും പുറകിലല്ല എന്നുള്ളതാണ് വസ്തുത. CPIMലും CPIMും CPIയും ഒക്കെ തിരിച്ചടി ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 4 സീറ്റുകളിൽ മാത്രമാണ് ലീഡ് ചെയ്യുന്നത്. BJP 91-ലും JDU 81-ലും ലീഡ് ചെയ്യുന്നു. 199 200 എത്തുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ആകാംക്ഷ. ഏക ചോദ്യം വസന്ത്, 200ലേക്ക് എത്താനുള്ള 199-ൽ എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ നേരത്തെ വന്ന അഖിലേഷ് യാദവിന്റെ പ്രതികരണം അത് SIRമായി ചേർന്ന പ്രതികരണമായിരുന്നു. സമാനമായ പ്രതികരണം വരുന്നുണ്ടോ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്ന്? രാഹുൽ ഗാന്ധി മാധ്യമങ്ങളെ കാണുന്നടക്കമുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള പുതിയ വിവരങ്ങളുണ്ടോ? തേജസ്വിയുടെ പ്രതികരണം ഉടൻ ഉണ്ടാക്കാനുള്ള സാധ്യതയല്ലേ? വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്. തേജസ്വി യാദവ് ഇപ്പോൾ പിറകിലായിരിക്കുന്നത് 2228 വോട്ടുകൾക്കാണ്. അതായത് കൂടുതൽ ഓരോ റൗണ്ട് കഴിയുന്തോറും കൂടുതൽ പിറകിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സതീഷ് കുമാർ. ഇപ്പോൾ രാഘവ്പൂർ മണ്ഡലത്തിൽ തേജസ്വി പ്രസാദ് യാദവിനേക്കാൾ 2288 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ്. 30 റൗണ്ടുകളിൽ 9 റൗണ്ട് പൂർത്തീകരിക്കുമ്പോൾ തേജസ്വിക്കെതിരെയുള്ള ലീഡ് വർദ്ധിക്കുകയാണ്. തേജസ്വി ഇപ്പോൾ 2288 വോട്ടുകൾക്കാണ് പിറകിൽ. എന്താണ് സംഭവിക്കുന്നത്? തേജസ്വി പ്രസാദ് യാദവ് തന്നെ പരാജയം രുചിക്കുകയാണ്. 2010-ൽ സതീഷ് കുമാർ രാബ്രി ദേവിയെ തോൽപ്പിച്ചിരുന്നു. ഇതേ രാഘവ്പൂരിൽ ആവർത്തിക്കപ്പെടുകയാണോ ചരിത്രം? തുടർച്ചയായി സ്ഥാനാർത്ഥിയാണ്. 2010-ൽ രാബ്രി ദേവിയെ തോൽപ്പിച്ചു. 15-ൽ വീണ്ടും മത്സരിച്ച് പരാജയപ്പെട്ടു. അന്ന് തേജസ്വി യാദവ് ഉജ്ജ്വല വിജയമായിരുന്നു. 2020-ലും തേജസ്വി യാദവ് സതീഷ് കുമാറിനെ പരാജയപ്പെടുത്തി. പക്ഷേ വീണ്ടും ചില പൊളിറ്റിക്കൽ സാധ്യതകളാണല്ലോ, വീണ്ടും അവിടെ മത്സരരംഗത്ത് ഒരേ സ്ഥാനാർത്ഥി തന്നെ വരുന്നു. ഇക്കുറി തേജസ്വി യാദവ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തന്നെ പടക്കളത്തിൽ വീണു പോകുമോ എന്ന സംശയം വീണ്ടും പ്രബലപ്പെടുന്നു. ഡബിൾ സെഞ്ചുറി 200 കടന്നിരിക്കുന്ന 200 സീറ്റുകളിൽ ഭാരതീയ ജനതാ പാർട്ടി BJP 91 ലീഡ് നില ഉയർത്തുന്നു.
JDU 81 ലീഡ് നില ഉയർത്തുന്നു. 91, 81 ആകെ 101 സീറ്റാണ് മത്സരം. 91 സീറ്റിൽ 10 സീറ്റ് മാത്രം നഷ്ടമാകുന്ന 243 200 സീറ്റുകളിലും NDA 201 സീറ്റിൽ ലീഡ് ചെയ്യുന്നു NDA. 78 സീറ്റുകൾ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ അധികം. വലിയ 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 മുന്നേറ്റമാണ്. വോട്ടെണ്ണി പുരോഗമിക്കുന്നതിനനുസരിച്ച് NDAയുടെ ലീഡ് കുറയുകയല്ല, കൂടുകയാണ്. 201 സീറ്റുകളിൽ ഇപ്പോൾ NDA ലീഡ് ചെയ്യുകയാണ്. BJP 91, JDU 82, RJD 25ലേക്ക് താണിരിക്കുന്നു. 243 201 സീറ്റിൽ 200 ക്രോസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിശ്വസനീയമാണ്. പ്രതിപക്ഷ നിരയെ സംബന്ധിച്ച് ഇങ്ങനെ വീണുപോയി എന്ന ചർച്ചകളൊക്കെ അതിന്റെ തുടക്കമാണോ? അഖിലേഷിന്റെ ഭാഗത്തുനിന്നുണ്ടായ പ്രതികരണം എന്നതും വളരെ പ്രധാനമാകുന്നു. പി ബസന്ത്, പ്രധാനപ്പെട്ട നേതാക്കൾ എപ്പോൾ മാധ്യമങ്ങൾ കാണും. അഖിലേഷിന്റെ സ്വരം തന്നെയാകില്ലേ പൊതുവിൽ ഈ വൻ പരാജയത്തിൽ, കൂറ്റൻ പരാജയത്തിൽ സ്വാഭാവികമായും തേജസ്വിയുടെ ഉൾപ്പെടെ ഭാഗത്തുനിന്ന് വരാനുള്ള സാധ്യത? അതായത് ദിബാങ്കർ ഭട്ടാചാര്യ, അതായത് CPM-ന്റെ നേതാവ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ഒരു ഫിഗറുണ്ട്. അതായത് ബീഹാറിന്റെ SIR-ന് ശേഷം, അതായത് സമഗ്ര വോട്ടർ പട്ടികയുടെ പരിഷ്കരണത്തിന് ശേഷം ബീഹാറിലെ ഇലക്ട്രൽ പട്ടിക എന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടത് 7.42 കോടി വോട്ടർമാർ എന്നുള്ളതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഇലക്ഷൻ കമ്മീഷന്റെ വാർത്താക്കുറിപ്പിൽ 7,45,26,858 വോട്ടർമാർ വോട്ട് ചെയ്തു എന്നുള്ളതാണ് 2 ഘട്ടമായിട്ട്. അപ്പോൾ ഏകദേശം 3 ലക്ഷം വോട്ടുകൾ അധികം വരുന്നു. ഇത് എവിടെ നിന്ന് വന്നു എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ CPI-ML ജനറൽ സെക്രട്ടറി ദിബാങ്കർ ഭട്ടാചാര്യ ചോദിക്കുന്നത്. അപ്പോൾ ഇത് SIR-മായി ബന്ധപ്പെടുത്തി ഉള്ള ഒരു പരാജയം എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മഹാഗഠബന്ധൻ്റെ നേതാക്കൾ തന്നെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അഖിലേഷ് യാദവ് ഇപ്പോൾ ആദ്യത്തെ വെടിപൊട്ടിച്ചു. തൊട്ടുപിറകെ യശ്വന്ത് സിൻഹ ഇത് ജ്ഞാനേഷ് കുമാർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരിക്കുന്നിടത്തോളം കാലം പ്രതിപക്ഷ പാർട്ടികൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുത് എന്ന് പറയുന്നു. മാത്രമല്ല അദ്ദേഹം 2 ദിവസം മുമ്പ് നവംബർ 11 രണ്ടാം ഘട്ട പോളിംഗിന് ശേഷമുള്ള എക്സിറ്റ് പോളുകൾ വന്ന ശേഷം അദ്ദേഹം ഇട്ട ഒരു എക്സിലെ ഒരു പോസ്റ്റ് അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, എക്സിറ്റ് പോളുകളൊന്നും ശരിയല്ല, എൻ്റെ സർവേ പ്രകാരമാണെങ്കിൽ BJP 200-ലധികം സീറ്റ് നേടും എന്ന് ഞാൻ പ്രവചിക്കുന്നു എന്ന് പറയുന്ന ആ പഴയ 2 ദിവസം മുമ്പിട്ട പോസ്റ്റും ഇപ്പോൾ യശ്വന്ത് സിൻഹ പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം ഇവർ SIR-മായി ബന്ധപ്പെടുത്തിയുള്ള ക്രമക്കേടുകളാണ് ഈ പരാജയം എന്നുള്ളത് ഒരു സ്ഥാപിക്കാനുള്ള നടപടികളിലേക്ക് പ്രതിപക്ഷ പാർട്ടികൾ അല്ലെങ്കിൽ പരാജയപ്പെട്ട പാർട്ടികൾ പോകുന്നു എന്നുള്ളത്. അതിൽ ദിബാങ്കർ ഭട്ടാചാര്യ അതിൻ്റെ പഴയ SIR-ന്റെ ഒക്ടോബർ 30 വന്ന വാർത്താക്കുറിപ്പും SIR-ന് ശേഷമുള്ള വാർത്താക്കുറിപ്പ്, അതായത് എത്ര വോട്ടർമാരുണ്ട് എന്നുള്ളത്, അത് രണ്ടാമതായിട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള ഇലക്ഷൻ കമ്മീഷൻ്റെ വാർത്താക്കുറിപ്പും, ഇത് രണ്ടും ഇട്ടുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു സംശയം പറയുന്നത്. 7.42 കോടിയെ ആകെ വോട്ടർമാരുള്ള ഒരു സംസ്ഥാനത്ത് എങ്ങനെയാണ് 7.45 കോടി വോട്ടർമാർ വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ 3 ലക്ഷത്തോളം വോട്ടുകൾ അധികം വന്നിരിക്കുന്നു എന്നുള്ളൊരു കണക്ക് ഇപ്പോൾ തന്നെ അവർ മുന്നോട്ട് വെക്കുന്നു. പക്ഷേ ഈ വോട്ടിംഗ് പാറ്റേൺ നോക്കുമ്പോൾ ചിലപ്പോൾ 3 ലക്ഷത്തിലധികമായിരിക്കാം ഈ 2 മുന്നണികൾ തമ്മിലുള്ള വോട്ടിംഗ് വ്യത്യാസം എന്നുകൂടി വരാനിരിക്കുന്നു. ഏതായാലും ഒരു നരേറ്റീവ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ. അതായത് പരാജയത്തിന് കാരണം ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ SIR ആണ്, അല്ലെങ്കിൽ SIR-മായി ബന്ധപ്പെട്ട് ഏകദേശം 68 ലക്ഷത്തോളം വോട്ടുകൾ വെട്ടിമാറ്റപ്പെട്ടതാണ് ഈ പരാജയത്തിന് കാരണമെന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇനി നേരത്തെ അഭിലാഷ് പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധി എന്ത് പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഒരു സംഭവം. ആ പ്രതികരണം ഉണ്ടാവുമോ എന്നുള്ളതാണ്. അദ്ദേഹം ലണ്ടൻ ആയിരുന്നു 2 ദിവസം മുമ്പ് എന്നാണ് അറിയുന്നത്. ഏതായാലും വിദേശത്തായിരുന്നു എന്നാണ് അറിയുന്നത്. മടങ്ങി വന്നിട്ടുണ്ടാകണം. ഏതായാലും ആ പ്രതികരണമാണ്, കോൺഗ്രസിൻ്റെ പ്രതികരണമാണ് ഇതിലേറ്റവും നിർണായകം. അതോടൊപ്പം തേജസ്വി യാദവ് ഇതിൻ്റെ എന്ത് പറയുന്നു എന്നുള്ളതാണ്.